ഞങ്ങളിവിടെ നടക്കുമ്പോ ബാക്കിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞു നടക്കുക. കാരണം എപ്പോഴാ ഒരു വണ്ടി വന്ന് ഇടിക്കണേന്ന് അറിയില്ല. ഞാനിവിടെ വന്ന വർഷം മുതല് ഈ കോളേജിന്റെ മതിലെല്ലാം വണ്ടി ഇടിച്ച് ചിലപ്പോ വണ്ടിയൊക്കെ മലർന്നിങ്ങനെ കിടക്കണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ ജാസ്ലിയെ പോയി. ഇനി ഞങ്ങളുടെ ആർക്കും ഒന്നും പറ്റാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുക. എത്ര കുട്ടികളെ ഇവിടെ നടക്കണേന്നറിയോ? അവിടെ ഹോട്ടലിന്റെ ഫ്രണ്ടിലാണെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ ഞങ്ങക്ക് നടക്കാൻ സ്ഥലമില്ല. ഹൈവേ കൂടെയാണ് നടക്കേണ്ടി വരിക. അവളൊന്നും ചെയ്തിട്ടില്ല. പഠിക്കണത് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന പെങ്കൊച്ചാണ് ജാസ്ലിയ. അവളുടെ അപ്പനെ കുറിച്ച്, ചേട്ടനെ കുറിച്ച്, അമ്മേനെ അടുത്ത വർഷം ഇവിടെ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ അഡ്മിഷൻ ചേർക്കണം മിസ്സേ. എന്റെ അമ്മ +2 സയൻസിൽ നല്ല മാർക്കോട് കൂടി പാസ്സായി. ഈ പേജ് ജീവിച്ചില്ലല്ലോ. എന്റെ അമ്മേനെ പഠിപ്പിക്കണം മിസ്സേ എന്നോട് വന്ന് പറഞ്ഞതാണ് ജാസ്ലിയ. മരിച്ച ജാസ്ലിയ ജോൺസന്റെ മരണത്തിനിടയാക്കിയ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഫെബ്രുവരി 28-ന് അങ്കമാലിയിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് ജാസ്ലിയ മരിച്ചത്. 4 പേർക്ക് പുതുജീവൻ ഏകിയാണ് ജാസ്ലിയ ജോൺസന്റെ മടക്കം. സ്വദേശിയായ തോമസ് ജോർജിൻ്റെതാണ് ഈ കാറ് എന്നാണ് കണ്ടെത്തിയത്. തോമസ് ജോർജിന്റെ മകനും അതോടൊപ്പം തന്നെ ചാലാക്കൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുമായ സിറിയക്കാണ് ഈ വാഹനം ഓടിച്ചതും അതോടൊപ്പം തന്നെ കുട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷം നിർത്താതെ പോയതും എന്നുള്ളതാണ്. എന്നാലും അതീവ ദുഃഖകരമായ ഒരു സംഭവം തന്നെയാണ്. അല്പസമയം മുമ്പാണ് ജസ്ലിയയുടെ മൃതദേഹം കോളേജിലെ പൊതുദർശനത്തിന് ശേഷം എടവനക്കാടുള്ള വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് വൈകിട്ട് 3 മണിയോടുകൂടി തന്നെ വൈപ്പിൻ പള്ളിയിലാണ് ഈ കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് ആശുപത്രിയിലെത്തി ഒരു ആദര സൂചകമായി ഔദ്യോഗിക ബഹുമതികളും ഒക്കെ തന്നെ നൽകിയിരുന്നു. 4 പേർക്ക് പുതുജീവൻ നൽകിയാണ് ജസ്ലിയയുടെ ഈ മടക്കം ആയി. ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വേറൊരു മത്സരം ഉണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞത് അവളോട് ആലുവയിലേക്ക് വരാനായിട്ട്. അന്ന് പോകുന്നില്ലെങ്കിൽ ഡൊമിനോസിലെ ജോലി പോകുന്നു പറഞ്ഞിട്ടാണ് കൊച്ച് ജോലിക്ക് പോയത്. തിരിച്ച് ഞങ്ങൾ വന്നപ്പോ സിസ്റ്റർ വിളിച്ചു പറഞ്ഞു ജാസ്ലിയ LF-ലാണ്, പെട്ടെന്ന് ക്രിറ്റിക്കലാണ്, വേഗം വരാൻ പറഞ്ഞു. ഞാൻ ചെന്ന് വിളിച്ചു നോക്കി. അവളെ ഞാൻ വിചാരിച്ചു അവള് പേടിച്ചതായിരിക്കും വണ്ടി ഇടിച്ചതിന് വെച്ചിട്ടത്. നിങ്ങൾ തന്നെ ഒന്ന് നോക്ക്. ആ വളവിന്റെ അവിടെ ആർക്കെങ്കിലും ജീവൻ കൈ പിടിച്ച് നടക്കാൻ പറ്റുമോ? അവള് സൈഡിൽ കൂടെ അല്ലേ നടന്നു തന്നെ. എത്ര സ്പീഡിലാക്കാതെ വന്നേന്ന് നോക്ക്. ഞങ്ങൾ ഇവിടെ നടക്കുമ്പോ ഇന്ന് വൈകുന്നേരം 3 മണിക്കാണ് സംസ്കാരം നടക്കുക. ജാസ്ലിയുടെ അവയവങ്ങൾ 4 പേർക്ക് ദാനം ചെയ്ത കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ. അങ്കമാലിയിൽ നിന്ന് ആൻമരിയ സണ്ണി തത്സമയം ചേരുന്നു. നമ്മൾ ഈ കോളേജിൽ നിൽക്കുന്നത് ഇവിടെ BCom-ലാണ് 2ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു മരിച്ച ജാസ്ലിയ. അത് സ്പോർട്സിൽ ഉൾപ്പെടെയുള്ള പഠനത്തിനും വലിയ തരത്തിലുള്ള മികവ് കാണിച്ച ജാസ്ലിയയുടെ പൊതുദർശന ചടങ്ങുകൾ പഠിച്ച കോളേജിന്റെ മുറ്റത്ത് ഇപ്പോൾ നടക്കുകയാണ്. ഏറെ വിതുമ്പലോട് കൂടിയാണ് അധ്യാപകരും അതോടൊപ്പം തന്നെ പ്രിയ സുഹൃത്തുക്കളും ഒക്കെ ഇവിടെയുള്ളത്. രാവിലെ 8 മണിയോട് കൂടിയാണ് പൊതുദർശനം ആരംഭിച്ചത്. പൊതുദർശന ചടങ്ങുകൾ അവസാനിക്കുകയാണ്. ഇവിടെ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. എടവനക്കാട് സ്വദേശിനിയാണ് ജാസ്ലിയ. അവിടെ എടവനക്കാട് ഉള്ള വീട്ടിലേക്ക് പോയി അവിടെ ശേഷം സംസ്കാരം 3 മണിക്ക് കുഴിപ്പള്ളി പള്ളിയിൽ വെച്ചിട്ടാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. പൊതുദർശനം അതിന്റെ അവസാന ഘട്ടത്തിലാണ്. നമുക്ക് ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു നിമിഷം കൂടിയുണ്ട്. ജാസ്ലിയ ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു പുതുജീവൻ നൽകിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്കൊരു മാതൃക നൽകിക്കൊണ്ട് കൂടിയാണ് ജാസ്ലിയ മടങ്ങുന്നത് എന്നുള്ള അഭിമാന നിമിഷവും അതോടൊപ്പം തന്നെ ആ വിതുമ്പലും ഈ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അതോടൊപ്പം തന്നെ അധ്യാപകർക്കുമുണ്ട്. കഴിഞ്ഞ 28-ന് ഫെബ്രുവരി 28-ാം തീയതിയാണ് അങ്കമാലിയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ജാസ്ലിയയുടെ തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുന്നത്. അതിനുശേഷം അങ്കമാലിയിലുണ്ടായിരുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഗുരുതരമായതിനെ തുടർന്ന് ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ ഇന്നലെ പുലർച്ചയോടുകൂടിയാണ് മരണം സ്ഥിരീകരിക്കുന്നത്. മസ്തിഷ്ക മരണമായിരുന്നു സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. തലയ്ക്കാണ് അതീവ ഗുരുതരമായിട്ടുള്ള പരിക്ക് പറ്റുന്നത്. തുടർന്ന് വീട്ടുകാരുടെ പിതാവിന്റെ എല്ലാം സമ്മതപ്രകാരം സർക്കാർ സ്ഥാപനമായിട്ടുള്ള കെസോട്ടോ വഴി അവയവദാന പ്രക്രിയകൾ ആരംഭിച്ചു. ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ വെച്ചിട്ടാണ് 3 മണിക്കാണ് സംസ്കാരം. പൊതുദർശനം അവസാനിച്ച് മൃതദേഹം കൊണ്ടുപോകുക. അത്യന്തം വേദനാജനകം തന്നെയാണ് കേരള പോലീസിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഏത് പോലീസ് ആണ് കേരളം, ഏത് ആഭ്യന്തരമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്?
ഏത് സഖാവാണ് ഈ വാഹനം അപകടമുണ്ടാക്കിയത് പോലീസെ ഒന്ന് പറയുക, ജനങ്ങൾ അറിയട്ടെ.